പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളും മറ്റ് ഡെയിലി അപ്ഡേറ്റ്സുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പങ്കുവെക്കാനുള്ളത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത റോ എപ്പിസോഡിലേക്ക് നിലവിൽ റോ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന വുമൺസിൻ്റെ പുതിയ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. റോ എപ്പിസോഡ് ഓൾറെഡി ഇന്നലെ കഴിഞ്ഞ അവസാനത്തെ ആദ്യ റൗണ്ടിലെ ക്വാളിഫൈ മത്സരത്തിൽ ഇയോ സ്കൈ 2 അതായത് ആൽബ ഫയർ, നട്ടാലിയ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ സെമി ഫൈനലിൽ നടക്കാൻ പോകുന്ന മത്സരം ഒന്ന് ഇയോ സ്കൈ വേഴ്സസ് ലാറ വാൽക്കിയറി തമ്മിലുള്ള ഒരു മത്സരമാണ്. മറ്റൊന്ന് ഡക്കോട്ട കായ് വേഴ്സസ് സോയി സ്റ്റാർക്ക് തമ്മിലുള്ള മത്സരം. ഇതിൽ വിജയിക്കുന്ന 2 മത്സരങ്ങളിലെ വിജയാർത്ഥികൾ അവർ ഫൈനലിൽ ഏറ്റുമുട്ടും. വിജയിക്കുന്ന റെസ്ലറിന് പുതിയ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആകാൻ സാധിക്കും. അതായത് വുമൻസ് ഡിവിഷൻ്റെ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരം ജഡ് ഗേബിൾ വേഴ്സസ് ഓട്ടീസ് തമ്മിലുള്ള മത്സരമാണ്. ജഡ് ഗേബിൾ ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ അക്കീറ ടൊസാവയ്ക്കെതിരെ ഒരു സബ്മിഷൻ വിക്ടറി നേടിയെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷവും അക്കീറ ടൊസാവയെ ആക്രമിക്കുന്നു. പിന്നീട് ഓട്ടീസ് വന്നിട്ട് ജഡ് ഗേബിളിന് എതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. തുടർന്നാണ് ഈ സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. കൂടാതെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു 6 മാൻ ടാഗ് ടീം മത്സരം ഡാമിൻ പ്രീസ്റ്റും വാർ റൈഡേഴ്സ് എന്ന് പറയുന്ന പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാരും ടീമായിക്കൊണ്ട് ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഫിൻ ബാലർ, JD മെക്ഡോണ, ഡൊമിനിക് മെസ്റ്റീരിയോ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു 6 മാൻ ടാഗ് ടീം മത്സരമാണ്. റോ എപ്പിസോഡിൽ ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ഡൊമിനിക് മെസ്റ്റീരിയോ തമ്മിലുള്ള മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചു. ഡാമിൻ പ്രീസ്റ്റിന് DQ വിക്ടറി നേടിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ജഡ്ജ്മെൻറ്റ് ഡേയിലെ 4 പേർ ചേർത്തുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ ആക്രമിച്ചപ്പോൾ വാർ റൈഡേഴ്സ് വന്നിട്ടാണ് ഡാമിൻ പ്രീസ്റ്റിനെ രക്ഷിച്ചത്. ഇതിനെ തുടർന്നാണ് ഒരു 6 മാൻ ടാഗ് ടീം മത്സരം 2024 ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിലേക്കും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ്. ന്യൂ ഡേ ടീമിൻ്റെ ക്യാരക്ടർ വർക്കിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. ന്യൂ ഡേ ടീം ഹീൽ ടേൺ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു പോയിൻ്റാണ്. മറ്റുള്ള ഹീൽ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ന്യൂ ഡേ അവരെക്കാൾ കൂടുതൽ ഹീലായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വില്ലന്മാരിൽ വില്ലൻ എന്ന് പറയുന്ന പോലെയാണ് നിലവിൽ ന്യൂഡേയുടെ സിറ്റുവേഷൻ. സ്വന്തം അമ്മയടക്കം കോഫി കിങ്സ്റ്റനെ മൈൻഡ് ചെയ്യാതെ അവിടെയും വിട്ടു പോകുന്നതാണ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് അത്രയും വലിയ വെറുക്കപ്പെടുന്ന വില്ലന്മാരായിട്ട് ഇപ്പോൾ ന്യൂഡേ മാറിയിരിക്കുന്നു. മറ്റുള്ള വില്ലന്മാർ പോലും ഇപ്പോൾ ഡൊമിനിക് മെസ്റ്റീരിയോ പോലും ന്യൂഡേ ചെയ്തതിന് മോശം എന്ന് പറഞ്ഞുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂഡേ എത്രത്തോളം വില്ലന്മാരായി ഈ കഥയിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗംഭീരമായിട്ടാണ് ഇവരുടെ ക്യാരക്ടർ വർക്ക് നിലവിൽ റോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആദ്യത്തെ സ്റ്റോറി മിക്കവാറും റെയിൻബോ സ്റ്റുഡിയോയുടെ നേതൃത്വത്തിലുള്ള LWO എന്ന് പറയുന്ന ഫാക്ഷനെതിരെയായിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് വൈറ്റ് സിക്സിനെ സംബന്ധിച്ചാണ്. വൈറ്റ് സിക്സിൻ്റെ അവരുടെ സ്റ്റോറി അനുസരിച്ചുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല. അതായത് ഞാനടക്കമുള്ള ആരാധകർ വലിയ അറ്റൻഷൻ വൈറ്റ് സിക്സിന് കൊടുക്കുന്നില്ല. കാരണം ഫൈനൽ ടാസ്റ്റ്മെൻറ്റിനെതിരെയുള്ള ഈ ഒരു സ്റ്റോറി കൊണ്ട് അവർക്ക് ഒന്നും ഡെവലപ്പ് ആകാനില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ വൈറ്റ് സിക്സിന് ജസ്റ്റ് റോ എപ്പിസോഡ് ഫില്ലർ ചെയ്യാനുള്ള ഒരു ഫ്യൂഡ് പോലെ കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ. ആരും വേണ്ട ഒരു ശ്രദ്ധ ആ ഒരു സ്റ്റോറിക്ക് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കാണികളുമായിട്ട് വലിയൊരു കണക്ഷൻ നേടിയെടുക്കുന്നതായി വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു പോയിന്റ്, റോ 3 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറാക്കിയിട്ട് കുറച്ച് മാസമായി. ആ 2 മണിക്കൂറാക്കി ചുരുക്കിയത് അത് വൈറ്റ് സിക്സിൻ്റെ സ്റ്റോറിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വൈറ്റ് സിക്സിൻ്റെ ഓരോ റെസ്ലേഴ്സിൻ്റെയും ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തു വരുന്ന ആ ഒരു സ്റ്റോറിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വേണ്ട പോലെ വൈറ്റ് സിക്സിൻ്റെ സ്റ്റോറിക്ക് വലിയൊരു പരിഗണന കൊടുക്കുന്നില്ല. റോ തിരികെ 3 മണിക്കൂറിലേക്ക് മാറുമ്പോൾ നല്ല പ്രാധാന്യം കിട്ടാൻ പോകുന്ന ഒരു ഫാക്ഷനുകളിൽ ഒന്നായിരിക്കും വൈറ്റ് സിക്സ്. ഇനി നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ മുൻ WWE താരം ആയിരുന്ന മുസ്താഫ അലി തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിലൂടെ പങ്കുവച്ചിരിക്കുന്നു. അതായത് WWEയിൽ നിന്ന് താരം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യപ്പെട്ടത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിൻ്റെ വഴി അല്ലെങ്കിൽ ആ ഒരു വാതിൽ തനിക്ക് മുന്നിൽ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. തനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ തിരികെ വരാൻ തയ്യാറാണെന്നുള്ളതും മുസ്താഫ അലി പങ്കുവെക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് തന്നെയാണ് താൻ കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതും തന്നെ മുസ്താഫ അലി ആക്കിയെടുത്തത് WWE എന്ന് പറയുന്ന കമ്പനിയാണെന്നും അലി ഈ ഇൻ്റർവ്യൂവിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനി തിരികെ വരാൻ
വരാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ തിരികെ വരും എന്നുള്ളതും ഞാനിപ്പോൾ മറ്റൊരു മേജർ കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതും അലി വെളിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ 2019 അലി മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കാൻ പോയ ആ ഒരു മൊമെൻറ്റും അവിടെ പ്ലാനുകൾ മാറ്റിയതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അലി ഈ ഒരു ഇൻ്റർവ്യൂവിൽ വിശദമായി പങ്കുവെക്കുന്നുണ്ട്. 2019 എല്ലാ റെസ്ലേഴ്സിൻ്റെയും എൻട്രൻസ് സമയം വരെ താനായിരുന്നു ആ ഒരു മത്സരത്തിൽ വിജയിയായിട്ട് വരേണ്ടിയിരുന്നത്. എന്നാൽ എൻട്രൻസ് സമയത്ത് വിൻസ് തന്നെ വിളിച്ചുകൊണ്ട് പ്ലാൻ മാറ്റുകയാണെന്നും നീ അവസാനം ആ ഒരു ലാഡറിൽ കയറി നിൽക്കുന്ന ഒരു സമയത്ത് മറ്റൊരു റെസ്ലർ വന്ന് നിന്നെ തള്ളിയിട്ടുകൊണ്ട് അതിൽ വിജയിക്കും, ഇതാണ് പ്ലാൻ. അപ്പോൾ നീ എങ്ങനെയാണോ ട്രെയിൻ ചെയ്തത് അതുപോലെ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുക. അവസാനം ഈ ഷോ അവസാനിക്കുന്ന സമയത്ത് നീ ലാഡറിൽ കയറി നിൽക്കുമ്പോൾ നീ ആ ബ്രീഫ് കേസിൽ തൊട്ട് നിന്നാൽ മതി. ആ ബ്രീഫ് കേസ് എടുക്കേണ്ട, അത് എടുക്കാൻ മറ്റൊരു ആൾ വരും. ആ വന്ന ആളായിരുന്നു ബ്രോക്ക് പിന്നീട് ആ ഒരു ബ്രീഫ് കേസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. യഥാർത്ഥ വിജയിയായിട്ട് വരേണ്ടത് അലിയായിരുന്നു. അലി ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അലി തിരികെ വരാൻ തയ്യാറാണെന്ന് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സിലൂടെ അറിയിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് അത്തരത്തിൽ ശുഭകരമായിട്ടുള്ള വാർത്തകൾ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE ഹോളിഡേ ടൂറിൻ്റെ ഭാഗമായി ഷിക്കാഗോ എന്ന് പറയുന്ന CM പങ്കിൻ്റെ ഹോം ടൗണിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു ഹൗസ് ഷോയിൽ CM പങ്ക് വേഴ്സസ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദർ തമ്മിലുള്ള ഒരു സ്റ്റീൽ കേജ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു വീക്ക്ലി എപ്പിസോഡോ പ്രീമിയം ലൈവ് ഇവൻറ്റോ അല്ല, ഹോളിഡേ ടൂറിൻ്റെ ഭാഗമായി നടക്കുന്ന ഹൗസ് ഷോ ആണ്. അതായത് ആ എറീനയിൽ വരുന്ന കാണികൾക്കും കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ഷോ ആണിത്. അതിലേക്കാണ് ഒരു വമ്പൻ മാച്ച് കൺഫേം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റീൽ കേജ് മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടിയാണ്. അപ്പോൾ ഓൾറെഡി ഹോളിഡേ ടൂറിൻ്റെ ഭാഗമായി മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ CM പങ്ക് വേഴ്സസ് ലുഡ്വിഗ് കൈസർ തമ്മിലുള്ള മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കാൻ പോകുന്ന ഈ ഒരു മത്സരം ഗിന്ദറിനെതിരെയുള്ള വേൾഡ് ടൈറ്റിൽ മത്സരമാണ്. അപ്പോൾ സിത്തിനെതിരെയുള്ള CM പങ്കിൻ്റെ സ്റ്റോറി കഴിഞ്ഞാൽ CM പങ്ക് നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ്. ഗിന്ദറിൻ്റെ വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ ലൈവ് ഇവൻറ്റ്സിൽ കളിക്കാൻ പോകുന്ന ഈ ഒരു മത്സരങ്ങൾ എന്തായാലും CM പങ്ക് വേഴ്സസ് ഗിന്ദർ തമ്മിലുള്ള മത്സരം നടക്കുകയാണെങ്കിൽ ഈ മത്സരം നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ മത്സരം നടക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അത് ഫോട്ടോസ്, വീഡിയോസ്, മറ്റ് അപ്ഡേറ്റ്സുകളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ലുഡ്വിഗ് കൈസറിനെതിരെയുള്ള മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. CM പങ്ക് വേഴ്സസ് ഗിന്ദർ തമ്മിലുള്ള ഡ്രീം മാച്ചിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. CM പങ്ക് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ സാധ്യതയുണ്ടോ അതിനെ സംബന്ധിച്ചും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.